വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് UDF നൽകുന്നത്. മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും പ്രവർത്തകർ വലിയ സ്വീകരണം ഒരുക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് മർദ്ദനത്തെ പ്രിയങ്ക ഗാന്ധി അപലപിക്കുകയും ചെയ്തു. സമരം നടത്തിയത് ദുരന്തബാധിതർക്കായെന്നും പ്രിയങ്ക റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. The strike was for rehabilitation of the people who have been affected by the landslide, and it's a very crucial and important matter, and they should not have been treated like that. Are you visiting youth? ദീപക് മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, വയനാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ്. പ്രവർത്തകർ വലിയ സ്വീകരണം ഒരുക്കി. വയനാടിന്റെ പുനരധിവാസം, കേന്ദ്ര സഹായം വൈകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രിയങ്ക ഗാന്ധി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എവിടെയാണ് പ്രിയങ്കയുള്ളത്? വിനീത, നിലവിൽ പ്രിയങ്ക ഗാന്ധി MP കൽപ്പറ്റയിലെ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയാണ്. രാവിലെ ആദ്യ പരിപാടി നടന്നത് മാനന്തവാടിയിലായിരുന്നു. മാനന്തവാടിക്ക് തൊട്ട് പിന്നാലെ സുൽത്താൻ ബത്തേരിയിലും ഇപ്പോൾ കൽപ്പറ്റയിലുമാണ് പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണം ഒരുക്കിയത്. മൂന്നിടങ്ങളിലും എത്തി പ്രിയങ്ക ഗാന്ധി ഈ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞു. മാത്രമല്ല, ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ രൂക്ഷമായ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രധാനമായും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഈ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് കത്തെഴുതും, അതോടൊപ്പം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായി. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ചു. പക്ഷേ ദുരന്തബാധിതരുടെ മുഖമെങ്കിലും ഇനിയെങ്കിലും ഭരണാധികാരികൾ ഓർക്കണമെന്നുള്ള തരത്തിലുള്ള പരാമർശവും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. നേരത്തെ, അതായത് സുൽത്താൻ ബത്തേരിയിൽ പ്രവർത്തകരെ കണ്ട് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദുരന്തബാധിതർക്കായി ഒന്നും ചെയ്യുന്നില്ല, അതോടൊപ്പം ദുരന്തമുണ്ടായപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള രീതിയിലൊക്കെ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. അതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ല, പുനരധിവാസം വേഗത്തിലാക്കണം, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വയനാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി എന്നീ 3 നിയോജക മണ്ഡലങ്ങളിലാണ് പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്തത്. ഉജ്ജ്വല വിജയം നേടി ലോക്സഭയിലെത്തിയ പ്രിയങ്ക ഗാന്ധി ഈ വയനാട്ടുകാർക്ക് നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ വയനാട് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെല്ലാം തന്നെ MP എന്നുള്ള നിലയിൽ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും പ്രിയങ്ക ഗാന്ധി ഉറപ്പ് നൽകിയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മടങ്ങുന്നത്. വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന രാത്രിയാത്രാ നിരോധനം, മെഡിക്കൽ കോളേജ് വിഷയം, അതുപോലെ തന്നെ ചുരം ബദൽപാത തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാകുന്ന രീതിയിലേക്ക് ഇടപെടലുകൾ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിയാണ് പ്രിയങ്ക ഗാന്ധി പോകുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ വയനാട് കൽപ്പറ്റയിൽ നിന്ന് മടങ്ങുന്ന പ്രിയങ്ക ഗാന്ധി ഇന്നലെ താമസിച്ചിരുന്നത് പടിഞ്ഞാറത്തറയിലെ താജ് റിസോർട്ടിലായിരുന്നു. അവിടെ നിന്നായിരിക്കും കോഴിക്കോടേക്ക് മടങ്ങുക. കോഴിക്കോട് നിന്ന് വൈകിട്ടോടു കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങുക. വിനീത, ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.